മൈജി അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. സുമാ സുമാ സുമാ. മാഡം എന്താ മാഡം? സാർ എവിടെ? നന്ദിനിയും സൂര്യസാറിനെയും കൂട്ടി സാറ് പുറത്തു പോയല്ലോ. എങ്ങോട്ട്? ഒന്നും പറഞ്ഞില്ല. എല്ലാവരും കൂടി ഇറങ്ങിയത്. ഇന്ദ്രജ മാഡം, വേദ മാഡം എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാരും ഒരുമിച്ചാ പോയേ? സൂര്യസാറും നന്ദിനിയും ഒരു കാറിലാ പോയത്. യതീന്ദ്രൻ സാറും ബാക്കി എല്ലാവരും കൂടി വേറൊരു കാറിലാ പോയത്. എന്താ മാഡം? ഒന്നുമില്ല, നീ ചെല്ല്. യോ, അമ്മയാണ്. അയ്യോ, മമ്മിയെ വിളിക്കുന്നു. ഇനിയിപ്പോ എന്തു പറയും? തൽക്കാലം ഫോൺ എടുക്കണ്ട. ആന്റിയേതേക്ക് തിരിച്ചെത്തുമ്പോ എന്തെങ്കിലുമൊക്കെ പറയാം. എന്തോ ഒരു കുഴപ്പമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. സാർ, ഇനി സമയം വൈകോ? ഇല്ലടോ, ഇപ്പൊ വിളിക്കുന്നു. ഹലോ. ഹലോ പത്മ, ഓർമ്മയുണ്ടോ എന്നെ? കൊറേ നാളായി ഒന്ന് വിളിക്കണോന്ന് വിചാരിച്ചിട്ട്. എന്താ? എന്താ പത്മയ്ക്ക് സുഖമല്ലേ? ആ അതെ. വേലക്കാരി സുഖമായിട്ടിരിക്കുന്നോ? അല്ല, മരുമോള് സുഖമായിട്ടിരിക്കുന്നോ? സോറി, എനിക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല. അവളുടെ കാര്യം സംസാരിക്കുന്നത് പത്മയ്ക്ക് താല്പര്യമില്ലാത്ത വിഷയമാണെന്ന് അറിയാം. അതാ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ച് ഞാൻ കണ്ടതാണല്ലോ. പത്മ വിളക്ക് കൊളുത്തേണ്ടതിന് പകരം അവളാണത് ചെയ്തത്. അപ്പൊ പത്മയുടെ മുഖത്ത് തന്നെ ഞാൻ നോക്കുകയായിരുന്നു. അഭിമാനം മുഴുവൻ നഷ്ടപ്പെട്ട ആ ഒരു നിൽപ്പുണ്ടല്ലോ. ഞാനും എന്റെ ഭർത്താവും വിവാഹ മണ്ഡപത്തിൽ നിന്നിരുന്ന ആ നിൽപ്പ്. വേണി, പ്ലീസ്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ ഫോൺ കട്ടി. അല്ല, എനിക്ക് പറയാനുണ്ട്. സത്യത്തിൽ ഞാൻ കരുതിയത് പത്മയ്ക്ക് അല്പം അഭിമാനബോധം ഉണ്ടെന്നാ. അങ്ങനെയാണല്ലോ നാട്ടുകാർക്ക് മുന്നിൽ പത്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജ്. പത്മയ്ക്ക് മേലെ ആരും സംസാരിക്കില്ല, പത്മയെ ആരും മറികടക്കില്ല. അങ്ങനെ പത്മ പത്മ എന്നൊരു പേര് മാത്രം. വേണി പ്ലീസ്. ഞാൻ പറഞ്ഞു തീരട്ടെ. കാൽ കാശിന് വിലയില്ലാത്ത മരുമോളെ സ്വന്തം സ്റ്റാറ്റസിലേക്ക് ഉയർത്താൻ പത്മ തീരുമാനിച്ചോ? അതിന്റെ ഭാഗമാണോ ഈ രജിസ്ട്രേഷൻ? ഏത് രജിസ്ട്രേഷൻ? അത് ശരി, പത്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? കഷ്ടം. സ്വയം പുലിയാണെന്ന് ധരിക്കുമ്പോഴും വീട്ടുകാരെല്ലാരും കൂടി കാട്ടുപൂച്ചയാക്കി കളഞ്ഞല്ലോ.
സൂര്യയുടെയും നന്ദിനിയുടെയും വിവാഹ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. രജിസ്ട്രാർ ഓഫീസില് നീ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. ഭർത്താവും മക്കളുമൊക്കെ ബോധപൂർവ്വം ഒഴിവാക്കിയതാണോ അതോ അങ്ങനെ ഒരു രജിസ്ട്രേഷനിൽ പങ്കെടുക്കണ്ടെന്ന് പത്മ തീരുമാനിച്ചതാണോ? വേണി കള്ളം പറയരുത്. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഒന്നും ഇവിടെ നടക്കുന്നില്ല. സംശയമുണ്ടെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് ഒന്ന് പോയി നോക്ക്. ഭർത്താവിനെയും മക്കളെയും മരുമക്കളെയും ഒക്കെ അവിടെ കാണാം. ഇനി എന്തെങ്കിലും നമ്മൾ തമ്മിൽ കാണുന്ന ഒരു വേദിയുണ്ടെങ്കിൽ അവിടെ പത്മയുടെ കേമത്തം കാണിക്കരുത്. ഒരു കാര്യം മനസ്സിലാക്കൂ, സ്വന്തം കുടുംബത്ത് പോലും ആർക്കും വേണ്ടാത്തതാണ് നിന്റെ സ്റ്റാറ്റസ്. അല്ലെങ്കിൽ വീട്ടുവേലക്കാര് പോലും അറിയുന്ന കാര്യം അറ്റ്ലീസ്റ്റ് അറിയുമെങ്കിലും ചെയ്യില്ലേ? എനിക്ക് സന്തോഷമായി. നിന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ചെറിയ സംഭവം പോലും എന്നെ എന്റെ കുടുംബത്തെയും സന്തോഷിപ്പിക്കുന്നുണ്ട്. എന്നിട്ടൊരിക്കൽ തോറ്റ് തലകുനിച്ച് നിൽക്കുന്ന നിന്നെ ഞാൻ കാണും. മകനോടും മരുമോളോടും എന്റെ ഒരു ആശംസ അറിയിച്ചേക്ക്, വിവാഹ രജിസ്ട്രേഷന്റെ. ഓക്കെ? അമ്മ ഇത്രയ്ക്കും പെർഫോം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. യു ആർ ഗ്രേറ്റ്. ഒരവസരം കിട്ടിയതല്ലേ, മോശാക്കണ്ടെന്ന് കരുതി. അവരിപ്പോ രജിസ്റ്റർ ഓഫീസിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അല്ലേ? അതെ, അവൾ ആ രജിസ്ട്രേഷൻ മുടക്കും. അതിന്റെ പേരിൽ അമ്മയും മോനും ആ രജിസ്റ്റർ ഓഫീസിൽ ഏറ്റുമുട്ടും. പറ്റുമെങ്കിൽ അതൊരു വാർത്തയാക്കാൻ മനോഹരനെ വിളിച്ചു പറഞ്ഞേക്ക്. അത് ഞാൻ നോക്കിക്കോളാം അമ്മേ. ശത്രുവിന്റെ വീഴ്ച ആഘോഷിക്കാൻ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് സൂര്യയെ എനിക്കൊന്ന് കാണണം. സാറേ വിളിക്കുന്നു. വാ. മക്കള് സൂര്യ, ഇവിടെ ഒപ്പിടൂ. ആരാ നന്ദിനി? ഇതാണ് സർ. കുട്ടിയും ഇവിടെ ഒപ്പിടും. ഒപ്പിട്ടോളൂ.